ഞാൻ ഒരുത്തൈ അതിനകത്ത് കിടന്ന് ഇത്രയും പോയി കഴിക്കുന്ന കാര്യം കണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ വന്ന് കഞ്ഞി കരിയുടെ കാര്യം ഉണ്ടായിരുന്നു? സാർ അരി എടുപ്പോ കിട്ടല്ലോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ ഒരു കാര്യം, എസ് ഐ സാർ മീൻ മാറ്റിട്ട് വരാന്ന് പറഞ്ഞു. ആരെ കാണിക്കാൻ വേണ്ടിട്ടാ ഇത് കാണിച്ചാണ്ട് വലിയ ക്ഷേമമാണെന്ന് തോന്നുന്നു. എടോ, ഈ തുരുത്തിനകത്ത് ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ടുവച്ചിട്ട് ഞാനൊരു എസ് ഐ വരേണ്ട വരവാണോ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് ഈ മീൻ കൊണ്ടുവച്ച് ഉടമ്പുള്ളി ഇട്ട് വെക്കണം കേട്ടോ. ഇതായത് ബീഡി വല്ലതും മേടിപ്പിക്കണോ വെളിയിൽ നിന്ന്? എന്താണ് അവിടെ തോന്നുന്നുണ്ട്? എന്താണ് നീ എന്നാ ഓർത്ത് ഞാനിവിടുന്ന് നിന്റെയൊക്കെ അപ്പച്ചനാണോ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എസ് ഐ ഇങ്ങോട്ട് മറിക്കും. ഇതെന്താ കേസിലുണ്ട് സംഭവം സാറേ, ഇന്നലെ സ്വന്തം വീടാണെന്ന് പറഞ്ഞ് അടിച്ച് ഫിറ്റായി സ്റ്റേഷനിനകത്ത് കയറി വന്നതാ. അരിവനോ? അറിഞ്ഞു പോട്ടോ. അങ്ങനെ വിടാൻ പറ്റത്തില്ല. കള്ളു മൂത്തങ്ങാനും വന്നായിരിക്കും. ഭാര്യയെന്നും പറഞ്ഞ് നമ്മുടെ കോൺസ്റ്റബിൾ മീനാക്ഷിയെ കുനിച്ചീർത്തി ഒരു 8 ഇടിയവൻ. ഇവനോ? അങ്ങനെ ചെയ്തോ? നീ എന്നാണോ വിചാരിച്ച? ഇരിക്കണോ? അല്ല, ഇരിക്കണ അവിടെ ഇരിക്കണ. കൈ ഇങ്ങനെ വെക്കടാ, ഇങ്ങനെ കൈ വെക്കടാ. അയ്യോ അയ്യോ വേണ്ട സാറേ, അയ്യോ വേണ്ട സാറേ, അയ്യോ വേണ്ട സാറേ. നീ കാണിക്കോ? ഇവനെയൊക്കെ തല്ലിക്കഴിഞ്ഞാൽ കത്തുവോ? അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള കൊടുത്തത്. പേര് പറഞ്ഞു സാറിന്. നിന്റെ പേരെന്തോടാ? സുഖിപ്പിക്കേ. പിന്നെ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് കുർത്തക്കേട് കാണിച്ചിട്ട് നിന്നെ ഇനി സുഖിപ്പിക്കാനാ അങ്ങോട്ട്. അയ്യോ സാറേ, എന്റെ പേര് സുഖു പി കെ എന്നാ പറഞ്ഞത്. ഒരു പേര് പോലും പറയാൻ. പോയി സാറേ അമ്മക്കോട്ടെ. അപ്പോ ഇനി മേലെ ഈ കേസ് പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരില്ല കേട്ടോ. സാറേ 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 കഞ്ഞി ഒന്ന് വെന്തോ നോക്കി സാറേ. കഞ്ഞി കുടിക്കല്ലേ? രാവിലെ ഒന്നും കഴിച്ചില്ല. ഇന്നത്തോടു കൂടി ഒരു തീരുമാനം. നീ എന്തിന്റെ എന്നോട് വന്നാ? ഞാൻ കേസ് കൊടുക്കാൻ വന്നത്. നീ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് എന്നോട് ഞാൻ എന്റെ അച്ഛനെ പറഞ്ഞല്ലോ. എന്റെ സ്വഭാവം മാറി. നിങ്ങൾ ഇടിക്കോ? നീ എല്ലാം വിചാരിച്ച ഞാൻ ഇവിടുത്തെ എസ് ഐ എന്നെ കിടന്ന് കാണിക്കുന്നത്? എനിക്കിവിടെ വേണ്ട സാറേ, എനിക്കിവിടെ വേണ്ട. എടാ ഒന്നാണ് ഇത് എന്നെ ബഹളമാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് സുഖം വരുമോ? കാരണം ഇവിടെ ഒറ്റപ്പാടും ബഹളമൊന്നും ഉണ്ടാകാറില്ല. ഇനി കുഞ്ഞവിടെ ഞാൻ ചോദിക്കട്ടെ, അവരിക്കും ഇരിക്കും വെച്ചാൽ എന്നാ കാര്യം? എന്റെ അമ്മച്ചേ അവരിക്കും എന്നെ കാര്യമല്ല, എന്നെ വിഷയം തന്നെ. നിങ്ങൾ കുടുംബത്തെ വിഷയം പറയാം. സംശയമുണ്ട് സാറേ, എനിക്ക് നല്ല ഡൗട്ടുണ്ട്. സാറിന്റെ വീട്ടിൽ പാൽ പായസം ഉണ്ടാക്കിയ അതെന്തായിരിക്കും ടേസ്റ്റ്? എന്റെ വീട്ടിൽ ഉപ്പായിരിക്കും. എന്തുണ്ടാക്കിയാലും ഉപ്പ്, എന്തുണ്ടാക്കിയാലും സാമ്പാർ ഉണ്ടാക്കിയ ഉപ്പ്, ചായക്ക് പോലും ഉപ്പ് സാറേ. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഇങ്ങനെ എന്റെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ കടലിൽ ചാടി സാറേ. എങ്ങനെ അവിടെ മുടിഞ്ഞ ഉപ്പ്? എനിക്ക് തോന്നുന്ന ഇവള് കലക്കണേന്ന് അവിടെ ഉപ്പ്. ഇവള് കലക്കണ പിന്നെ സാറേ, കടലിൽ ഉപ്പല്ലല്ലോ കലക്കുന്ന, കായമല്ലേ? ആരോട് പറയാനാണ്? 6 മാസം കൂടെ സഹിച്ചാൽ മതിയല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞു. എന്നെ കെട്ടുവാക്കി പുണ്യം ചെയ്യണ്ട സാറേ. വേറെ എന്നെ ലക്ഷങ്ങളെന്ന് തട്ടിയെടുത്തോണ്ട് ഇവിടെ അച്ഛൻ എന്ത് ചെയ്യുന്നത്? എനിക്ക് എന്റെ അച്ഛനെ പറയല്ലോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. എന്റെ അച്ഛൻ സാറേ, എന്റെ അച്ഛൻ ആകെ ഉണ്ടായിരുന്ന ഒരു പശു. ആ പശുവിനെ വിറ്റിട്ടാണ് സാറേ എന്നെ ഇങ്ങനെ കെട്ടിച്ചു കൊടുത്തത്. ഇവനെ എങ്ങനെ നോക്കിയാലും ലാഭമല്ലേ ഉള്ളൂ. ഒരു പശുവിനെ കൊടുത്ത ഒരു കാളെ മേടിച്ചാൽ അങ്ങ് കൂട്ടിയാൽ മതി. സാറേ, എന്റെ 2 മക്കളെയും കൊണ്ട് ഞാൻ പോകും. അല്ല പിന്നെ എന്നാ ഇത്? 3 മക്കളുടെ 2 കൂടെ നീ പോണ? എനിക്ക് 2 കുട്ടികൾ വേണം. എന്താ നിർത്തിക്കാൻ കാര്യം പറയട്ടെ. ആകെ കൂടെ നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ട്? ഞങ്ങൾക്ക് 3 പേര്. 3 പിള്ളേരല്ലേ ഉള്ളൂ. ഒരു കാര്യം, എന്റെ മക്കളേക്ക് വന്നേ. എന്റെ മക്കൾ ഒരു വർഷം കൂടെ എങ്ങനെയൊക്കെ ഒക്കെ കടിച്ചു പിടിച്ച് അങ്ങ് ജീവിക്കേ. അന്നേരം ഒരു കുഞ്ഞും കൂടെ ഒക്കെ ഉണ്ടാവും. അന്നേരം 2 നിനക്കും കൊണ്ടുപോകും, 2 നിനക്കും കൊണ്ടുപോകും. എന്നാ പറയുന്നു? എനിക്ക് കാണാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട. ഇവിടെ കേസ് എടുത്തത് എനിക്ക് കയ്യേശ്വരൻ കറക്റ്റ് അല്ലാത്തോണ്ട് ഇവിടെ നിൽക്കും. നീ അങ്ങ് മാറി നിൽക്കണം. നമസ്കാരം. എന്നെ മനസ്സിലായി കാണുമല്ലേ? എനിക്ക് അങ്ങ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ആരായിരുന്നു? ഞാൻ കിങ്ങിണിത്തുരുത്ത് പഞ്ചായത്തിലെ ഒരു മെമ്പറാണ്. ഇങ്ങനെയൊക്കെ ഉള്ള സാധനം ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ 5 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു, കണ്ടിരുന്നു. സാർ, ഇപ്പൊ അതല്ല പ്രശ്നം. എന്റെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് രാവിലെ 2 അവന്മാര് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞ അടിപിടി. ഞാൻ ഇങ്ങനെ ഇടപെട്ടിട്ട് അവന്മാർ ഒരു വിധത്തിൽ ഒതുങ്ങുന്നില്ല. സാർ എങ്ങനെ ഇടപെട്ട് അവന്മാർ ഒതുക്കി തരണം. വന്നിട്ടുണ്ടോ? അവര് വന്നിട്ടുണ്ടോ? അവന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരേക്ക് വിളിച്ചേ. നീ എങ്ങോട്ട് തള്ളിക്കറി പോകുന്നത്? ഞാൻ പരാതി കൊടുക്കാൻ. നീ പരാതി കൊടുത്താൽ മതി. നിന്റെ പരാതി ആദ്യം ഞാൻ കൊടുക്കും.
കുറെ നേരമായാലും വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. കണ്ടോടി പ്രായമായ ഒരു മനുഷ്യൻ ഇരിക്കുന്നത് നിനക്കൊക്കെ കണ്ടുകൂടേടി. ക്ഷമിക്കണം ചേച്ചി. എന്നെ കാര്യം നിങ്ങളുടെ വിഷയം എന്നാ? സാറേ എന്റെ ചേട്ടന്റെ വാഴത്തോട്ടത്തില് ഇവളുടെ ചേട്ടൻ വാങ്ങിയ സിന്ധി പശു ഒരു വാഴത്തോട്ടം മുഴുവൻ നശിപ്പിച്ചു സാറേ. എന്റെ സാറേ, എന്റെ സുന്ദി പശു എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു പോലെ അക്കളെ പൊന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ വളർത്തും. ഞാൻ പറയുന്നതിനപ്പുറം എന്റെ പശു ഒന്നും ചെയ്യില്ല സാറേ. വന്നോളൂ. ഇവര് രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ വേറെ ആരുമില്ലേ? അല്ല സാറേ, ഭർത്താവുമാർ വന്നിട്ടുണ്ട്. ഭർത്താക്കന്മാരെ കൊണ്ട് വിളിച്ചു. എനിക്ക് 2 അറ്റാക്ക് വന്നൊരു മനുഷ്യനാണ്. ഇതിന് മുന്നിൽ കിടന്ന് ഒറ്റപ്പാടും പോലെ ഉണ്ടാക്കി ഞാൻ ചത്തു തോന്നി. കാര്യം എന്റെ വാഴത്തോടെ നശിപ്പിച്ചു സാറേ. എന്റെ വാഴത്തോടെ നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? എന്റെ പശു. പശുവോ? നിനക്ക് നാളെ എത്ര പൈസ കൊടുത്തൊരു വാഴത്തോട്ടത്തിനകത്ത് കൊണ്ട് കയറ്റാൻ വേണ്ടിട്ട് ആ പശുവിനെ നിനക്ക് കൂട്ടിലിട്ട് വളർത്താൻ വേണം. വാഴത്തോട്ടോടെ അവിടുത്തെ വേഗമായിട്ട് വളർത്താൻ വേണം പശുവിനെ. അവന്റെ പശു കയറുന്നുണ്ടെങ്കിൽ നീ വാഴത്തോട്ടത്തിന് ചുറ്റും വേലി കുത്തി വെക്കണമായിരുന്നു. അത് അവരുടെ പശുവിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. പശുവിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ. ഞാൻ ഒരു പാള ഇങ്ങ് കയറിക്കേ. വണ്ടി ഇല്ലല്ലോ പോകാൻ വേണ്ടി. ആ വലിച്ചാൽ മതി. ഇവന്റെ തോട്ടം എന്നാന്നൊന്നും കണ്ടിട്ടുള്ള കാര്യമുള്ളൂ. തോട്ടത്തോട്ട് പോകാൻ പറ്റും. അവിടെ തോട്ടം ഇല്ലല്ലോ. തോട്ടം ഇല്ല. അല്ല നീ അല്ല പറഞ്ഞു നിന്റെ വാഴ എല്ലാം കൂടെ കളഞ്ഞെന്ന് പറഞ്ഞു. ആ വാഴത്തോട്ടം കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് ഇന്നപ്പോഴാണല്ലോ ഞാൻ പുള്ളിയെ കണ്ടത്. അപ്പൊ നിന്റെ പശു കയറിയതെല്ലാം കൂടെ നശിപ്പിച്ചെന്ന് പറഞ്ഞു. പശു ഒരാഴ്ച കഴിഞ്ഞാൽ കിട്ടും. ഞാനും പശുവിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ നിന്നപ്പോഴാണല്ലോ ഇവരെ കണ്ടത്. പറഞ്ഞ അടിയാ ആ സമയത്താ മെമ്പർ വന്നത്. സാറേ, ഞാൻ വേണേ മോളിൽ നിന്ന് വിളിച്ചു പറയിപ്പിക്കാം. യവന്മാരെണ്ണത്തിന് അകത്താക്കണം. നീ വന്നേ. നീ കയറിക്കാം അതിനകത്തോട്ട്. ഞാനാ എന്ന് കയറാം. പിന്നെ 10 പേരെ ഞാൻ കാണിച്ചു കൊടുക്കാം. നീ ആദ്യം അകത്ത് കിടക്കാം. മറ്റവരുടെ കാര്യം ഞാൻ തീരുമാനമായിക്കോട്ടെ. എന്ത് ചെയ്യുമെന്ന് പറയണ ഒരു തരത്തിലും മേലെങ്കിൽ സാറേ കഞ്ഞി വേണോ? സാറേ ഇന്നലെ വന്ന് പുള്ളിയാണ് കേട്ടോ. സാറില്ലായിരുന്നു. ഇങ്ങോട്ട് വരാൻ പറ. കൊടുത്താ മതിയോ സാറേ? എന്നതാണോ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്? ഈ സാറ് പറഞ്ഞു വെള്ള പേപ്പറിൽ പരാതി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. എടോ വെള്ള പേപ്പറിനകത്ത് പരാതി 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 എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വരാൻ അല്ലടോ പറഞ്ഞത്. തനിക്ക് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ അതൊരു പരാതിയായിട്ട് എഴുതിക്കൊണ്ട് വരാനാ പറഞ്ഞത്. അയ്യോ അങ്ങനെയായിരുന്നു. തന്റെ പരാതി അത് പറഞ്ഞ കേക്കട്ടെ. സാറേ, ഞാൻ ഈ തുരുത്തിന്റെ കിഴക്കേറ്റത്ത് താമസിക്കുന്ന ഒരാളാ. ഞാൻ ഒരു സാധുവാ സാറേ. ഒരു അമേരിക്കക്കാരെ ഇപ്പൊ എന്റെ വീട്ടിന്റെ അപ്പുറത്ത് വന്ന് താമസമുണ്ട്. പുള്ളി വന്ന് എന്നോട് പറയുമ്പോ വർഷങ്ങളായിട്ട് എന്റെ വീട്ടിന്റെ മുമ്പ് നിൽക്കുന്ന ഒരു മാവ് മുറിച്ചു കൊടുക്കണോ സാറേ? എന്നാ കാര്യത്തിന്? എനിക്കറിയത്തില്ല. പുള്ളി ഒരു കാറാക്കണ്ട് മേടിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പുള്ളിയെ വിളിക്കും. വരുന്നുണ്ട്. ഗൾഫുകാരൻ വന്നാണ് നമ്മുടെ വീട്ടിലെ. ഇത് കടുക്കാപ്പി എടുക്കും പുള്ളിക്ക്. എന്നാ സാർ എല്ലാവർക്കും ഓരോ സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെക്കാം. എന്നാ നിങ്ങൾ തമ്മിലുള്ള കേസ് പറഞ്ഞാൽ ആദ്യം. സാറേ എന്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു കാർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപയുടെ കാറാണ്. ആ കാറ് ഇവന്റെ വീടിന്റെ വാതിക്കുന്ന മാവ് കാരണം എന്റെ വസ്തുവിലോട്ട് എന്റെ കാർ കയറത്തില്ല. അതുകൊണ്ട് ആ മാവ് വെട്ടിത്തരണം. അതാണ് എന്റെ പരാതി. അതിനായമായിട്ടുള്ള കാര്യമാണോ? 1 കോടി രൂപ ഒരു കാർ മേടിച്ചിന് അവനറിയാം അതിന്റെ നോക്കാർ എന്നാന്നുള്ളത്. ആ മരം അങ്ങ് മുറിച്ച് കളഞ്ഞാച്ചാൽ മതി. അവന്റെ കാർ അതിനകത്തോട്ട് കേട്ടെ. അയ്യോ, ആ മരം മുറിക്കാൻ പറ്റൂല. ആ മരം എന്റെ അച്ഛനാണ്. അത് പണ്ട് എന്റെ അച്ഛൻ മാമ്പഴം തിന്നുകൊണ്ടിരുന്നപ്പം ഈ മാങ്ങ വേണ്ടി തൊണ്ടേ കുരുങ്ങി എന്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെയാണ് മരിച്ച എന്റെ അച്ഛനെ കൊണ്ട് അടക്കം ചെയ്ത സ്ഥലത്തുനിന്ന് പൊടിച്ചു വന്ന മാവാണത്. അപ്പൊ അത് എന്റെ അച്ഛന്റെ ആത്മാവിനെ പോലെയാണ് നമ്മൾ ആ മാവിനെ കാണുന്നത്. മുറിക്കാൻ പറ്റുമെന്നാ പുള്ളി പറയുന്നത്. അതെങ്ങനെ ശരിയാ സാറേ? എന്റെ 1 കോടി രൂപയുടെ കാറ് പോകണമെങ്കിൽ ആ വഴി നിൽക്കുന്ന മാവ് മുറിച്ചാലല്ലേ പറ്റുള്ളൂ. നിന്റെ തന്റെ കൊന്നിട്ടാണെങ്കിലും ശരി ആ പുള്ളിക്ക് അവിടെ കാറ് കഴിക്കാൻ പറ്റൂ. എന്റെ സാറേ, ഞങ്ങൾ വിളക്ക് കത്തിച്ച് സന്ധിക്ക് തൊഴുകുന്ന മാവാണ്. നീ തൊഴുതാലും കൊള്ളാം തൊഴുതില്ലാലും കൊള്ളാം. ആ മാവ് മുറിച്ച് കഴിഞ്ഞാൽ എന്റെ കാറ് കയറുള്ളൂ. നിന്റെ മാവ് മുറിച്ച് കളയണം. നീ അമേരിക്കയിൽ നിന്നെങ്കിൽ നിനക്ക് അത്ര പത്താണെങ്കിൽ നീ പെരേടെ മാച്ച് കാർ കൊണ്ടുപോകണം. എന്റെ മാവ് മുറിച്ച് കളയണം. എന്റെ മാവ് എന്റെ വർഷം ഒരു കോടി രൂപയുടെ കാറ് ഒറ്റ വഴിയുള്ളൂ. ആ മാവ് മുറിച്ച് കളയുന്നു. നീ നേരെ ആ മാവ് മുറിക്കാൻ വേണ്ടിട്ട് മുരളിയും വിളിച്ചേ. ആ മാവ് മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യം നീ പറയേണ്ട കാര്യം എനിക്കറിയാം. ഞാൻ ഇവിടുത്തെ രസയ്യ. സാർ ഇവിടെ നിൽക്കണോ? പിന്നെ കാശിതാ പോട്ടെ. മാവ് മുറിച്ചോ? മാവ് മുറിച്ച എന്റെ അച്ഛനെ മുറിച്ച അപ്പൊ എന്റെ കാറ് പോകും. കാറ് പോയി. കാറ് പോയോ? പോയി.
കാറ് പോകാൻ താക്കോൽ എന്റെ ഇരിക്കുകയാണല്ലോ. ഞാൻ ഈ മാവ് മുറിച്ചിട്ട് ഈ കാറിന്റെ പുറത്താ കാർ തവണ പൊളിയായി പോയി അപ്പൊ തന്നെ. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ എന്റെ വേണം. 1 കോടി രൂപയുടെ കാറ് നശിപ്പിച്ച് കളഞ്ഞാ നീ. എന്റെ 1 കോടി രൂപയുടെ കാറ് ചൂടായി ഒന്ന് നോക്കിയാച്ച് പോവോ? ആ മീൻകറി എടുത്ത് ആ തൂറാട്ടക്കാരൻ കളയടി. എന്നിട്ട് ഇച്ചിരി ഇഡലി സാമ്പാറും ഉണ്ടാക്കി എന്റെ 16 അടി എതിർത്തിന് വിളമ്പാലോ.